മുക്കാലായ സമയത്ത് മാതാവ് ദൈവത്തിന് സ്വന്തം നിന്ന് പ്രിയപ്പെട്ടതിലേക്ക് കടന്നു പോകാനിടയായിരുന്നു. സ്വാതന്ത്ര്യത്തിൽ നിന്ന് എന്നാലും അന്ന് പേർക്കാണ് നല്ല 2 ദിവസം വന്ന് എന്റെ മാതാവ് 2 വർഷക്കാലം ദൈവത്തിന്റെ സ്വന്തം കടന്നു ആശുപത്രിയിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ച് വളരെയധികം വരെ ചികിത്സിച്ച് ദൈവത്തിന് സ്വാതന്ത്ര്യം. എന്നാലോ ദൈവത്തിന് ചുരുക്കം ചില പേർ മാത്രമാണ് അതേപോലെ സമയം വരെ ദൈവത്തിന്റെ മാതാവിന് ഇപ്രകാരം കടന്നു വന്ന് നോക്കുകയും ദൈവത്തിന് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിലെനിക്ക് വളരെയധികം ഭാരമുണ്ട്. എന്റെ മാമ എത്രത്തോളം ദൈവത്തിന്റെ സ്വാതന്ത്ര്യം ഈ ആരും തന്നെ ഇപ്രകാരം ഇല്ലല്ലോ കടന്നു വന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ പോലും. എന്നാലോ ദൈവത്തിന് സ്വാതന്ത്ര്യം കഥകൾ ആലയത്തിൽ കടന്നു വന്നു. എന്നാലോ അടിയുള്ള മാതാവ് ആലയത്തിൽ കടന്നു വെച്ചിട്ട് ഒരു ദിവസം പോലും ദൈവത്തിന് സ്വതന്ത്രം അവർക്ക് ആലയത്തിൽ കടന്നു വരുവാനോ കടന്നു വന്ന് കിട്ടുന്ന സമയങ്ങളിൽ വഴിയോട് ദൈവത്തോട് കടന്നു വന്ന് അടിയുള്ള മാതാവിന് വേണ്ടി മധ്യസ്ഥയെ പ്രാർത്ഥിക്കുമെന്നാണ് അമ്മച്ചിക്ക് എങ്ങനെയുണ്ട് എപ്പോഴും കടന്നു പോകുന്നെല്ലാം ചോദിക്കും. അപ്രകാരം ദൈവത്തിന് സ്വാതന്ത്ര്യം പ്രാർത്ഥനയും എല്ലാ അടിയങ്ങളും സമയം കൂട്ടമായി പ്രാർത്ഥിക്കുന്നതിന് അടിയർക്ക് വളരെയധികം ഭാരം തോന്നിയ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ അങ്ങനെയല്ലല്ലോ. എല്ലാവർക്കും വേണ്ടി ദൈവത്തിന് സ്വാതന്ത്ര്യം പ്രദേശത്ത് ആയിട്ടുള്ള അനേകം വ്യക്തികൾ കടന്നുപോയി അവരുടെ കുടുംബങ്ങളുടെ ദൈവത്തിന് സ്വാതന്ത്ര്യം അവസ്ഥയുടെ മറ്റ് എല്ലാ ദാസരുടെയുള്ള പൈതലും കടന്നുപോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണല്ലോ. എത്ര എണ്ണത്തിന് മരണത്തിന് വീണ്ടെടുത്തതാണല്ലോ. എന്നാൽ അവർ എന്റെ മാതാവിന്റെ ഈ അവസ്ഥയിൽ അവർ വന്ന് കടന്നു വന്ന് നമുക്ക് കാണാൻ പോലും അവർക്ക് കഴിയുന്നില്ലല്ലോ എന്നുള്ള വിഷയത്തിലായിട്ട് വളരെയധികം പ്രാർത്ഥിക്കുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലോ ഞങ്ങളുടെ മാതാവിന്റെ ദൈവത്തിന് സ്വാതന്ത്ര്യ ഭൈരങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ അവരെ നോക്കി എടുത്തു. അവർക്ക് ആവശ്യമെന്നുള്ളതെല്ലാം അവർക്ക് ഒന്നിനും ഒരു കുറവില്ലാക്കണം നടത്തി. എന്നാലും അയൽവാസികളായിരിക്കുന്ന അനേക സഹോദരങ്ങൾ അടിയുള്ള മാതാവിന്റെ അറിയുന്ന പോലെ കടന്നുകൊണ്ടിരിക്കും. അടിയുള്ള മാതാവിനെ ശുശ്രൂഷിക്കും. ദൈവത്തിനോട്ടൊക്കെ പോകുമ്പോൾ ഇതേപോലെ അല്ലെങ്കിൽ അനു ഇപ്രകാരം അമ്മച്ചയെ കൂടെ നോക്കിക്കൊള്ളുന്ന അറിയാൻ കടന്നു അവർക്ക് കടന്നു വരും. അവര് കടന്നു വരുന്നവരെ അവരെ എന്റെ മാതാവിനെ നോക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം ദൈവമെടുത്ത് അധികമായി അനുഗ്രഹിക്കുന്നു. എന്നാലോട് ഇങ്ങനെ ഭവനം ദൈവത്തിന് സ്വാതന്ത്ര്യം ഈ ദേശത്ത് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. വളരെയധികം അനവധി കഷ്ടവും കണ്ണുനീരും ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്ത് കൊടുത്തതായ ഭവനമാണ്. അനേക കണ്ണുനീരും ദൈവത്തിന് സ്വാതന്ത്ര്യം കൊടുത്തതായ ഭവനമാണ്. ഭവനവും അടിയങ്ങളുടെ ജീവിതവും ദൈവത്തിന് സ്വാതന്ത്ര്യം കൊടുക്കല്ല. ദൈവം അടിയോളം നിൽക്കുവാൻ വേണ്ട ബലം ശക്തി ദൈവം തന്നു. അടികൾ ഇവിടെ വഴി നടക്കുമ്പോൾ എന്നാലോ കഴിഞ്ഞ ഒരാഴ്ച വൈകുന്നേരം സമയത്ത് ഇപ്രകാരം അടികൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അടിയുള്ള മാതാവിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതോടൊക്കെയുള്ള ഭർത്താവദാസൻ ഭാര്യയെ ഇപ്രകാരം കടന്നുപോലല്ലോ. ഞാൻ പറഞ്ഞു ഭാഷ എന്ന് ഇപ്രകാരം കടന്നു അറിയില്ല. അമ്മയ്ക്ക് ഇതുപോലെ അസുഖം കൂടുതലാണെന്ന് ആരെങ്കിലും പറഞ്ഞു വന്നു വെച്ചില്ല. എനിക്ക് വന്നപ്പോ തോന്നി അമ്മച്ചി ഒന്ന് വന്ന് കണ്ടിട്ട് പോകാൻ എനിക്ക് തോന്നിയത്. ഒരു വർഷം ഒരുപാട് നേരം ഇവിടെ നിന്ന് അമ്മയെ വിളിച്ചു. എന്നാലും ഉള്ളിനകത്ത് ഓർമ്മയുണ്ട്. അവർ വിളികേട്ടിട്ട് അവർ ഒരു പാട്ട് പാടി കുറച്ചു നേരം പ്രാർത്ഥിച്ചു. ദൈവകരത്തിൽ അമ്മയുടെ അത്രയൊക്കെയുള്ള അവസ്ഥയായിരുന്നു. പ്രാർത്ഥിച്ചു കർത്താവിലാസം കടന്നുപോയി ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞത് ഞാന് എത്തി നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് കണ്ണുവയ്ക്ക് തുടങ്ങി. ദൈവത്തിന് സ്തോത്രം ചെയ്തു. അമ്മയുടെ ഇവിടെ കൂടെ കടന്നുപോയി അറിയാൻ സാധിച്ചില്ല. അവർ കിടന്ന് അവസ്ഥയിൽ 2 പ്രാവശ്യം കണ്ണു തുറന്ന് നോക്കി അടികളെല്ലാവരും വെള്ളം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഈ ലോകം വിട്ട് കടന്നു പോകാനായിരുന്നു. സ്തോത്രം ചെയ്തു. നമ്മുടെ സിംഗരാജ് ഭാഷകളായാലും കടന്നു അമ്മച്ചിയുടെ ഓടി വന്ന ദൈവത്തിന് സ്തോത്രം അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി. അത് കഴിഞ്ഞ് അതിനുകൊണ്ട് മോഹന ഭാഷ കാര്യയും അവർ പോലെ കടന്നു പ്രാർത്ഥിച്ചു. എന്നിട്ട് നമ്മുടെ ശാരയുടെ ദിവദാസൻ അവർ കുടുംബമായി കടന്നു മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ദൈവത്തിന് വീണ്ടും ദേവദാസൻ വീണ്ടും വന്ന് അടിയാണ് മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ദൈവത്തിന് സ്തോത്രം അടിയുടെ സഹോദരിയിലുള്ള ഒരു ദേവദാസൻ വിളിച്ചു പറഞ്ഞു കടന്നു പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ എല്ലാവരും പറയുന്നുണ്ട് എന്റെ മാതാവിന്റെ അവസ്ഥ ദേവദാസ അത് ഇത് അറിഞ്ഞ ഉടനെ തന്നെ ദേവദാസൻ മാതാവിനെയും പിതാവിനെയും വിളിച്ചറിയിച്ചു. അവരും സമയം ഓടി അടിയുടെ പൂർണ്ണത്തിൽ കടന്നു വരുവാൻ അടികൾ ആശ്വസിക്കുവാനും ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിക്കുവാനല്ല ഇട. അപ്പൊ ഞാൻ ഇപ്രകാരം പറയുവാനിടയായി. എത്രയോ പേരുടെ മരണപ്പെട്ട് കഴിഞ്ഞ ശേഷം പോലും ഒരു പ്രാർത്ഥനയ്ക്കോ ഒരു പാട്ട് പാടാനോ പോലും ആളില്ല. എന്നാലോ എന്റെ മാതാവിന് എന്ന് രാത്രികാലത്തിന് 6 ദൈവദാസന്മാർ കടന്നുകൊണ്ട് അറിയാത്ത മാതാവിന് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിച്ചു എന്നൊരു സത്യതയറിയാൻ എനിക്ക് എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയാനിടെ. അങ്ങനെ ഒരാഴ്ച ഒരാഴ്ച മൽക്കാലം തന്നെ ദൈവത്തിന്റെ മഴയൊന്നും ഇല്ലാതെ വന്നു. കാലാവസ്ഥയൊക്കെ ദൈവങ്ങൾക്ക് അനുകൂലമാക്കി തന്നു. എല്ലാ ദൈവമക്കളും കടന്നു വന്നു. അനേക ദൈവദാസന്മാർ സഭ വ്യത്യാസമില്ലാതെ തന്നെ ദൈവദാസന്മാർ കടന്നു വരികയും
ശുശ്രൂഷ വളരെയധികം മനോഹരമാക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തീർത്ത് തന്ന ബന്ധുക്കളായി ചാർച്ചക്കാരായ ദേശവാസികളായി കടന്നു വന്ന് പിന്നെ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും കിടക്കുന്ന നിങ്ങളുടെ ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ എല്ലാ വിഷയത്തിലും നിങ്ങളുടെ ദേവദാസന പ്രകാരം ഒരു ഈ പിന്നെ കർത്താവിന്റെ ദൈവദാസനോട് കൂടെയുള്ള ഒരു ഈ പ്രകാരം ഒരു ദൈവദാസന പ്രകാരം ആശുപത്രിയിൽ മരണപ്പെടുവാനിടയായി. എന്നാലും ആ അവസ്ഥയിൽ നിന്ന് ബന്ധപ്പെട്ട് രാത്രികാലം കടന്നു വന്നു. ദൈവകൃഷ്ണ കടന്നു വന്നു. എല്ലാ ശുശ്രൂഷകളെല്ലാം നേതൃത്വം വഹിച്ചുകൊണ്ട് ഇത്രത്തോളം മനോഹരമാക്കി ദൈവകൃഷ്ണ മാതാവ് ശുശ്രൂഷിപ്പാനിടയായ ദൈവകൃഷ്ണ പറയുന്നത് പോലെ ഞാൻ നല്ല വിശ്വാസം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് പൂർണ്ണ വിശ്വാസമുള്ള ദൈവകൃഷ്ണ ചെയ്തു. അടിയാളുള്ള മാതാവ് ദൈവകൃഷ്ണ ചെയ്തു. ഒരു കുടുംബത്തിൽ 5 പേരാണ്. എന്നാലോ ഈ 5ാമതായിട്ടാണ് ഈ മാതാവ് കടന്ന് ബാക്കിയുള്ളവരെല്ലാവരും ഗവൺമെന്റ് അവർക്കെല്ലാം നല്ല സാമ്പത്തികമുള്ളവരാണ്. എന്നാൽ ഇവിടെയുള്ള മാതാവിനത്തെ ഇത്രത്തോളം ആയുസ് ആരോഗ്യം കൊടുത്തു. അവസാന കാലത്ത് ദൈവത്തെ സ്വാതന്ത്ര്യം ദൈവത്തിന്റെ സന്നിധിയിൽ അവനെ അവിടെ നിന്ന് വിളിച്ചു ചേർക്കുവാനിടയായി. എന്നാലോ ഒരു ബുദ്ധിമുട്ടും വരുത്താതെ വന്നു. എല്ലാം നല്ല രീതിയിൽ ദൈവത്തിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ എല്ലാം ദൈവത്തിന് അടിയനെ അവിടെ സഹായിച്ചു. കേട്ടപ്പോൾ അനേക മാതാപിതാക്കളെ ദൈവത്തിന് സ്വാതന്ത്ര്യം നോക്കാതെ വേണം. അനാഥാലയത്തിൽ ഇവിടുത്തെ സദസ്സുകളെല്ലാം ആക്കുമ്പോൾ സ്വപ്നം ചെയ്യുന്നു. അടിയങ്ങളോട് സഹായിച്ച ദൈവത്തിന് സ്വപ്നം ചെയ്യുന്നു. അവസാനം വരെ വിശ്വാസം കണ്ടെത്താതാണ് ദൈവത്തിന് സ്വപ്നം ചെയ്യുന്നു. അതുവഴിയല്ല ആ വിശ്വാസത്തെ അവസ്ഥയിലൊക്കെ കടന്നു പോകുമ്പോഴും എന്റെ മാതാവന്യത്തോളം ദൈവത്തിന് സ്വപ്നം ചെയ്യുന്നു. അടിയങ്ങൾ കടന്നു പോകുന്ന സ്ഥാനങ്ങളെല്ലാം അടിയുള്ള മാതാവും കടന്നു വരുന്ന ദൈവത്തിന് സ്വപ്നം. ആ പിള്ളേരുടെ ഭാഗത്തടികൾ സുശേഷയുടെ തന്നെ ആയിരുന്നു. അവിടെ അനേക ആത്മാക്കൾ നേടി അവിടെ ആലയം പണിതു. അപ്പോൾ എന്റെ മാതാവും എന്റെ ദൈവത്തിൽ അവിടെ നടിയങ്ങൾ ദൈവത്തിൽ 4 കൊല്ലം കടന്നുപോയി. അവിടെയും അവർ കടന്നു വരും. എന്നിട്ട് അത് കഴിഞ്ഞ് ആ കഴിയുമ്പോൾ മണികളുടെ പ്രദേശത്തിൽ കടന്നു വരും. അവിടെ എന്റെ മാതാവും കാര്യങ്ങളോടൊപ്പം തന്നെ ദൈവത്തെ ആരാധിച്ചവരുടെ പിതാവ് പിന്നീട് അന്വേഷിക്കപ്പെട്ട മണിയുടെ പ്രദേശത്ത് മറ്റുള്ള പിതാവും രക്ഷിക്കപ്പെട്ട ദൈവത്തിന് സ്തോത്രം സ്നാനപ്പെടുവാനിടയായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് രാത്രി കാലത്ത് ദൈവത്തിന് സ്തോത്രം എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹം പറഞ്ഞു. എല്ലാവരും ശുശ്രൂഷയിലെല്ലാം പങ്കെടുക്കുകയും ഇത്രത്തോളം മനോഹരമാക്കി തന്നു ദൈവത്തിന് സ്തോത്രം. കാലാവസ്ഥയൊക്കെ നല്ല രീതിയിൽ ദൈവോടൊന്ന് തന്നു. ദൈവത്തിൽ അതിന്റെ പിറ്റേന്ന് നമ്മുടെ രാത്രിയൊക്കെ ഭയങ്കര മഴയുടെ ഞാൻ പറയുക ദൈവമേ ഇന്നെ 14 മണി മഴയായിരുന്നുവെങ്കിൽ അനേകം പേർക്ക് കടന്നു ശുശ്രൂഷയെ പങ്കെടുക്കാൻ കഴിയില്ലല്ലോ എന്ന് അടിയർ വളരെ ഭാരപ്പെട്ട് പറയുന്നത്. എന്നാലോ ദൈവത്തിന് സ്തോത്രം. ദൈവങ്ങളുടെ ശക്തി അറിയണമായി ദൈവത്തിൽ സ്തോത്രം. ഈ യവന പ്രായത്തിൽ അനേകം പേർക്ക് ദൈവത്തിൽ സ്തോത്രം പ്രയോജനപ്പെടുകയും ദൈവത്തിന്റെ സ്വാധീനമുള്ള ആലയത്തിൽ കടത്തുകയും കണ്ടതാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദാസനായ ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രകാരം കടന്നു ദൈവത്തിന്റെ മനസ്സിൽ ഭാഗത്തിന് ഞങ്ങളോടത്തിന് വേണ്ടി ഇത്രത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുവാൻ എന്റെ ദൈവോട് നിരാക്കി. എന്നാലോ ആരാധന കഴിഞ്ഞതിന് ശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവത്തിന് സഹോദരനും നമ്മുടെ പ്രതിപക്ഷത്തിന് കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. ആശ്വാസത്തിന് വേണ്ടി 3 ദിവസവും ദൈവത്തിന് സ്തോത്രത്തോടെ മാല കടന്നു പ്രാർത്ഥിപ്പാൻ ദൈവോട് എല്ലാവിധമാകുന്ന നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ ചെയ്തതായ എല്ലാവിധമാകുന്ന നന്മകൾക്ക് അനുഗ്രഹത്തിൽ കാണുന്ന സമയത്ത് എല്ലാ സൗകര്യങ്ങൾക്ക് നിങ്ങൾക്ക് സന്തോഷം സമാധാനം കൂടെ ഭവനത്തെ മധ്യേ നന്ദി അനുഗ്രഹങ്ങൾ നൽകട്ടെ. നന്ദി പറഞ്ഞു സാക്ഷി തരുന്നു.